ഡിയേഴ്സ്, പത്തരമാറ്റിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ നയനയും കൂട്ടിയിട്ട് ആദർശ ആശുപത്രിയിൽ എത്തുക. നല്ല അവശതയുണ്ട് നയനയ്ക്ക്. ആദർശേട്ടാ, ഇന്നത്തത് കൊണ്ട് ഇനി ആശുപത്രിയിൽ വരാനായിട്ട് എനിക്ക് കഴിയല്ല. സത്യം പറഞ്ഞാൽ എൻ്റെ അസുഖമൊക്കെ ഒന്ന് മാറി ഞാനൊന്ന് ഓക്കെയായി വന്നാൽ മതി. പിന്നെ അമ്മയെ പോലെ അല്ലല്ലോ, പ്രായം കൊണ്ട് ഞാൻ ചെറുപ്പമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ വലിയ ക്ഷീണമൊന്നും തോന്നാനുള്ള സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞു അവൾ അങ്ങനെ നിൽക്കുക. അപ്പം ആദർശ് വളരെ കരുതലോടുകൂടി നമ്മുടെ നയനെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുക. ഇതൊക്കെ കണ്ടുകൊണ്ട് വേണു അങ്ങോട്ട് വന്നു. വേണു ആണെങ്കിൽ അല്ല, ഇവളും ഇവനും എന്താ ആശുപത്രിയിൽ എന്തോ തരികിട പരിപാടികൾ ഉണ്ടല്ലോ. ഇനി ഇവളുടെയും കരളടിച്ചു പോയോ ദൈവമേ, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു, എൻ്റെ മോള് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇയാളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ഈ വിവരങ്ങൾ മുഴുവനും വള്ളി പൊള്ളി തെറ്റാണ്ട് നമ്മുടെ അനാമികയെ വിളിച്ചറിയിക്കുകയാണ്. അപ്പം അനാമികയാണെങ്കിൽ വല്യമ്മ ഇങ്ങനെ റൂമിൽ കിടക്കുക. വല്യമ്മയ്ക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിൽ അവൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് വന്നു. വല്യമ്മേ, എങ്ങനെയുണ്ട് വല്യമ്മേ? ആ, അങ്ങനെ കിടക്കുക മോളെ. വല്യമ്മ വല്ലതും അറിയുന്നുണ്ടോ? ആദർശേട്ടൻ്റെ ഭാര്യ നയനയും കൂടി വല്യമ്മയെ നല്ലതുപോലെ പറ്റിക്കുക. മലക്ക് പോവാൻ മാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ആദർശേട്ടൻ 24 hours വല്യമ്മയുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അവളുടെ വീട്ടിലാണ്. ഇന്നേ അവളെ കൊണ്ട് ആശുപത്രി പോയിരിക്കുക. എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് വല്യമ്മേ. ഇനി അവളെങ്ങാനും പ്രഗ്നന്റ് ആയിരിക്കുമോ? അതാ എൻ്റെ സംശയം എന്ന് പറഞ്ഞതും നമ്മുടെ ദേവയാനിക്ക് ടെൻഷനായി. പറഞ്ഞത് വല്ല സത്യമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇനി അവളും അവനും തമ്മിൽ കാണാറുണ്ടോ? മലക്ക് പോവാൻ മാലയിട്ടിരിക്കുന്ന ചെക്കനല്ലേ? അപ്പം അങ്ങനെയുള്ള പല ചിന്തകളും നമ്മുടെ ദേവയാനിയുടെ മനസ്സിൽ കൂടെ മിന്നി മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ അനാമിക കൊളുത്തി കൊടുക്കാനുള്ള മാക്സിമം കാര്യങ്ങളും ദേവയാനിയുടെ മനസ്സിലേക്ക് കൊളുത്തി കൊടുത്തതിന് ശേഷം അവള് ആ റൂമിന് വെളിയിൽ പോയി നിന്ന് നമ്മുടെ ദേവയാനിനെ ഒളിഞ്ഞു നോക്കുകയാണ്. പറഞ്ഞു കൊടുത്തത് മുഴുവനും ഏറ്റിട്ടുണ്ട്. എന്തായാലും ഇവരിന്ന് അവനെ തിളപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ അനാമിക പോയതും നമ്മുടെ ദേവയാനിയാണെങ്കിൽ നല്ല ടെൻഷനിലിരിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ ആദർശും നയനയും കൂടി ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. ഡോക്ടറിനെ കണ്ടതും എങ്ങനെയുണ്ട് ഡോക്ടറെ, നയന ഓക്കെ ആയി തുടങ്ങിയോ എന്ന് ചോദിച്ചു. ഇപ്പോൾ എന്തായാലും നയനയുടെ ഹെൽത്ത് വൈസ് ഓക്കെയാ. പിന്നെ ഉണ്ടല്ലോ, മുറിവും കാര്യങ്ങളും ഒക്കെ കരിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ ഉള്ള ഒരു ഗൈനക്കോളജിസ്റ്റിനെ വന്ന് കാണണം കേട്ടോ. മുത്തശ്ശൻ എന്നെ വിളിച്ച് പ്രത്യേകം സംസാരിച്ചായിരുന്നു. എന്തായാലും നയന മോൾക്കും ആദർശനും ഒരു കുഞ്ഞുണ്ടാവണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ തുടങ്ങണം. അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി. എന്തായാലും മുത്തശ്ശൻ്റെ ആഗ്രഹമല്ലേ, അത് നിങ്ങൾ സാധിച്ചു കൊടുക്കണം. എടാ, നിങ്ങളുടെ കാര്യം വലിയൊരു വെറൈറ്റി ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നമ്മുടെ ദേവയാനിയും അതുപോലെ നയനയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ചും ഇവർ സത്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ലല്ലോ എന്നുള്ള കാര്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുക. അപ്പം ആദർശ് പറഞ്ഞു, എന്നെങ്കിലും എൻ്റെ ഭാര്യയുടെ നന്മയൊക്കെ തിരിച്ചറിഞ്ഞ് എൻ്റെ അമ്മ നല്ല രീതിയിൽ ചിന്തിച്ചു വരും. അതുതന്നെയാണ് ഡോക്ടറെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് അതൊക്കെ സംഭവിക്കട്ടെ, ഞാനും പ്രാർത്ഥിക്കും. അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് വരേണ്ടി വരുമോ? ഒരു കാരണം വെച്ചാലും വരേണ്ടി വരില്ല. പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ അമ്മയുമായിട്ട് ചെക്കപ്പിന് മുടങ്ങാതെ വരണോട്ടോ എന്നും പറഞ്ഞ് ഡോക്ടർ അവരെ യാത്രയാക്കുക. ഈ സമയമാണെങ്കിൽ ആ നയനയും പിടിച്ച് പതുക്കെ നമ്മുടെ ആദർശ് നടന്നു വരിക. ഈ സമയം ആദർശിൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അമ്മയാണല്ലോ വിളിക്കുന്നത്. എന്താണാവോ ഇനി അടുത്ത പരിപാടി? എടാ, നീ എവിടെയാന്ന് നമ്മുടെ ദേവയാനി ആദർശിൻ്റെ അടുത്ത് ചോദിച്ചു. അമ്മ, ഞാൻ ആശുപത്രിയിലാണല്ലോ. എന്താ അമ്മ വിളിച്ചത്? നീ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞിട്ട് തന്നെ വിളിച്ചത്. നിന്റെ ഒപ്പം ആരാ ഉള്ളത്? അമ്മ, നയനയ്ക്ക് ഒരു തലവേദന വന്നു, അതുകൊണ്ട് അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാ. ഓ, അവൾക്ക് തലവേദന വന്നു എന്നും പറഞ്ഞ് ആ സെക്കൻഡിൽ തന്നെ നീ അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നോന്ന് ചോദിക്കുക. അത് പിന്നെ അമ്മ, എൻ്റെ ഭാര്യയല്ലേ നയന. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും വയ്യായ്ക വന്നു കഴിഞ്ഞാൽ അമ്മയെ നോക്കുന്നത് പോലെ തന്നെ എൻ്റെ ഭാര്യയും ഞാൻ ശ്രദ്ധിക്കണ്ടേ? അതല്ലേ അമ്മ നമ്മുടെ അനന്തപുരി തറവാട്ടിൻ്റെ ഒരു രീതി. അതുകൊണ്ട് ഞാൻ അവളെയും കൊണ്ട് ആശുപത്രിയിൽ വന്നതാ. സത്യം പറ ആദർശേ, അവൾക്ക് മറ്റെന്തെങ്കിലും വിശേഷമുണ്ടോ? അവൾ ഗർഭിണിയാണോ എന്ന് ചോദിക്കുക ദേവയാനി. ഇത് കേട്ടതും നമ്മുടെ ആദർശിന് ദേഷ്യം വന്നു. അമ്മ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അവൾക്ക് ചെറിയൊരു തലവേദനയും ക്ഷീണമൊക്കെ ഉണ്ട്. എന്തായാലും ഇതൊക്കെ അമ്മയെ വിളിച്ചറിയിച്ച ആളെ സമ്മതിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെക്കുക.
ഈ സമയമാണെങ്കിൽ ആരാ ആദർശേട്ടാ വിളിച്ചത്, അമ്മയായിരുന്നു എന്ന് ചോദിച്ച് നയന് വിവരങ്ങൾ മുഴുവൻ ചോദിക്കുമ്പോൾ അതെ അമ്മ തന്നെയാ വിളിച്ചത്. അമ്മയ്ക്ക് നീ ഗർഭിണിയാണോ എന്നൊരു സംശയം. ആരും എന്തൊക്കെയോ വെച്ചു കൊടുത്തിട്ട് തന്നെയാണ്. എന്തായാലും അമ്മയുടെ രോഗം മാറണമെങ്കിൽ കുറച്ചു കാലം താമസം ഉണ്ടാവുമായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ആശുപത്രിയിൽ നിന്ന് മടങ്ങാണ്. ഈ സമയമാണെങ്കിൽ ദേവയാനി ഇതാ തലക്ക് തീ പിടിച്ച് അങ്ങനെ ഇരിക്കുക. നിങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുക നമ്മുടെ ദേവയാനിയെ കണ്ടതും ജയൻ ചോദിച്ചു, എന്താണോ തൻ്റെ മുഖത്തൊരു ടെൻഷൻ? അതോ എന്തു പറയാനാ, നമ്മുടെ മോനുണ്ടല്ലോ, അവൾക്ക് ചെറിയ തലവേദന വന്നപ്പോൾ തന്നെ അവളെയും കൂട്ടിയിട്ട് ആശുപത്രിയിലേക്ക് പോയിരിക്കുക. വല്ല കാര്യമുണ്ടോ? എടോ, അവൻ്റെ ഭാര്യയല്ലേ നയന, താൻ എന്താ അത് അംഗീകരിക്കാത്തത്? അവൾക്ക് വയ്യെങ്കിൽ അവനല്ലേ ആശുപത്രി കൊണ്ടുപോകേണ്ടത്. പിന്നെ താൻ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചത് കൊണ്ട് എന്തേലും പ്രയോജനം ഉണ്ടോ എന്ന് ജയൻ നമ്മുടെ ദേവയാനിയുടെ അടുത്ത് ചോദിക്കുക. എന്നാലും നമ്മുടെ ഒന്നും വിവാഹം നടന്ന പോലെ അല്ലല്ലോ അവരുടെ വിവാഹം നടന്നത്. അവളെ ഈ അനന്തപുരി തറവാട്ടിൽ കയറ്റാൻ കൊള്ളില്ലാത്ത ജാതിയാണ്. എന്തായാലും അനാമിക മോള് മാത്രമാണ് ഈ തറവാടിന്റെ പകിട്ടിനനുസരിച്ച് വന്നിരിക്കുന്നത്. എടോ, താൻ പറയുന്ന ഈ അനാമികയുണ്ടല്ലോ, അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ നല്ല ഒന്നാന്തരം ഫ്രോഡുകളാണ്. താൻ പറയുന്നത് പോലെ നമ്മുടെ നയന മോളെയും അനാമികയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അവളുണ്ടല്ലോ തനി തങ്കമാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ദേവേ, എന്നെങ്കിലും തൻ്റെ ഈ തീരുമാനമൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം ഉണ്ടാവും. ഞാൻ മരിച്ചാൽ കൂടി അങ്ങനെ ഒരു ദിവസം ഉണ്ടാവില്ല ജയേട്ടാ. എൻ്റെ കണ്ണിൽ എന്നും അവൾ കരട് തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം അതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം എന്തായാലും സംഭവിക്കും. തന്നോടിനി ഇതിൻ്റെ പേരിൽ ഞാൻ ഉടക്കാനില്ല എന്നും പറഞ്ഞ് ജയൻ ആ റൂമിൽ നിന്ന് പോവുക. ഈ സമയം നമ്മുടെ അഭി നല്ല കുളിച്ച് കുട്ടപ്പനായിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുക. അല്ലടാ, നീ എവിടെ പോവാന്ന് ചോദിച്ച് നവ്യ അവൻ്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷമാണെങ്കിലോ അവള് ചോദിച്ചു, പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പോവാണോ? എൻ്റെ പൊന്ന് നവ്യെ, നീ നിന്റെ പാട് നോക്കിയേ. ഞാനേ നല്ല രീതിയിൽ ഓർത്ത് വെച്ചിരിക്കുക. ഇന്ന് വല്യമ്മയുടെ പക്കപ്പിറന്നാളല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരിക്കലായിരിക്കും. വല്യമ്മയുടെ അസുഖമൊക്കെ മാറണമല്ലോ. ഓ, വല്യമ്മയുടെ അസുഖമൊക്കെ മാറാൻ നിനക്ക് അത്രയും കാര്യത്തിൽ സ്നേഹമൊക്കെ വല്യമ്മയുടെ ഉണ്ടോ എന്ന് ചോദിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ അഭി പറഞ്ഞു, ഉണ്ടടി ഉണ്ട്. ദേ, നിന്നെ അതൊന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പുറത്തു പോകുന്നത് ഫുഡ് കഴിക്കാനാണെന്നാണല്ലോ നീ പറഞ്ഞത്. അങ്ങനെ ഞാൻ പുറത്തു പോയി എന്തേലും ഫുഡ് കഴിക്കുകയാണെങ്കിൽ അത് നീ നോക്കിയിട്ട് എന്നെ കൈയോടെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഞാൻ നിനക്കൊരു സ്വർണ്ണ മോതിര സമ്മാനം തരുമെന്ന് പറഞ്ഞു. സത്യമാണോടാന്ന് ചോദിച്ച് നമ്മുടെ നവ്യ എന്നാ ആയിക്കോട്ടെ നീ പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ആ നവ്യ അവിടുന്ന് പോകുന്നത് മുന്തി ഒരു റെസ്റ്റോറൻറ്റിലേക്കാ. കൂട്ടുകാരൻ അവിടെ കട്ട വെയിറ്റിങ്ങില. അഭി ചെന്നതും, എടാ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, നിനക്ക് നോൺ വെജ് വല്ലതും വേണോന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പോടാ വന്ന്, ഞാനേ മലക്ക് പോകാൻ മാലയിട്ടിരിക്കുക. എന്നാലും നോൺ വെജ് കഴിച്ചില്ലെങ്കിലും എനിക്ക് പട്ടിണി കിടക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് അവൻ ആക്രാന്തം മൂത്ത് കുറേ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുക. ഒരു ഓട്ടോയും പിടിച്ച് അങ്ങോട്ട് നമ്മുടെ നവ്യ വന്ന് കാണുന്ന കാഴ്ച, എടാ കള്ള, നീ ഇന്ന് എന്തായാലും കുറച്ച് കാശ് നിന്റെ കാശ് ഇന്ന് ചെലവാകുമെന്നുള്ള രീതിയിൽ അവൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോസ് മുഴുവനും പകർത്തുകയാണ് നമ്മുടെ നവ്യ. എന്തായാലും അഭി എന്ന് പറയുന്ന കള്ള തിരുമാലിയെ നവ്യ പൂട്ടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങൾ കാണാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക്